ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിക്ക് ആ ഒരു കോള് വന്നിരിക്കുകയാണ് ദേവുവിൻ്റെ. അപ്പോൾ ദേവുവിനോട് പേടിക്കേണ്ട, ഞങ്ങൾ ഇപ്പം തന്നെ എത്തിക്കോളാം എന്ന് സച്ചി പറയുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഓടി പാഞ്ഞ് നേരെ സ്റ്റേഷനിലേക്ക് എത്തുക. അപ്പോൾ ദേവു കരഞ്ഞ് ഒരു കലങ്ങിയ മട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും കൂടി മോളെ അമ്മ എവിടെ എന്നൊക്കെ ചോദിക്കുകയാണ്. ചേച്ചി അമ്മ അവിടെ ഉണ്ട്, അമ്മ ആകെ സങ്കടത്തിൽ, അമ്മ കരഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അമ്മനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കണം. മോളെ എൻ്റെ ഒരു വിധി നോക്കും മോളെ, അതെ എനിക്ക് ഈ ഒരു അവസ്ഥ വന്നല്ലോ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചി പറയുകയാണ്, അമ്മ സങ്കടപ്പെടല്ലേ അമ്മ, നമുക്ക് എന്താണെങ്കിലും പരിഹാരങ്ങൾ ഉണ്ടാക്കാം മോനെ. എന്നാലും എൻ്റെ ഇത് വിധി കണ്ടില്ലേ, ഇപ്പോൾ അവൻ കാരണം എനിക്ക് എന്തെല്ലാം അനുഭവിക്കേണ്ടിയാണ് വരുന്നത്. അപ്പോൾ രേവതിയാണെങ്കിൽ അമ്മേ ഇവൻ കാരണം അമ്മയ്ക്കിപ്പോൾ സ്റ്റേഷനിൽ കയറേണ്ടി വരികയും ചെയ്തല്ലോ, പോലീസ് അവനെ അറസ്റ്റ് വരെയും ചെയ്തു. അച്ഛൻ്റെ ഗതി ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ മോളെ, അച്ഛൻ ഇവൻ കാരണം ഇതേപോലെ സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. ആ സമയത്തല്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അച്ഛൻ മരണപ്പെടാനുള്ള കാരണം ആ ഒരു വേദനയിലല്ലേ അച്ഛൻ മരണപ്പെട്ടത്. അതേപോലെ എനിക്ക് സംഭവിക്കും മോളെ. ഞാൻ എന്തിനാണ് ഇനി ജീവിച്ചിരിക്കുന്നത്? ഈ ഒരു അപമാനം പേറിക്കൊണ്ട് ഇനി ജീവിച്ചിരിക്കേണ്ട കാര്യമുണ്ട് മോളെ എന്നൊക്കെ ഇങ്ങനെ അമ്മ പറയുക. അപ്പം അമ്മയുടെ ആ സങ്കടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് പേടി തോന്നി. അപ്പോൾ രേവതിയാണെങ്കിൽ അമ്മ അങ്ങനെയൊന്നും പറയല്ലേ അമ്മ, അമ്മക്കൊന്നും സംഭവിക്കില്ല, നമുക്ക് എന്താണെങ്കിലും പരിഹാരം ഉണ്ടാക്കാമല്ലോ. അപ്പോൾ സച്ചിയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കല്ലേ, ഞാൻ പോയി സാറോട് സംസാരിക്കട്ടെ. രേവതി വാ നമുക്ക് സാറോട് പോയി സംസാരിക്കാം എന്നും പറഞ്ഞ് രേവതിയും പോവുകയാണ്. അതേപോലെ തന്നെ ദേവും പോവാണ്. അമ്മനെ ഒരു സ്ഥലത്ത് ഇരുത്തിയേക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ സാറേ ഞാൻ ശരത്തിൻ്റെ അളിയനാണ്. എന്തിനാണ് അമ്മയെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്തിനാണെന്നോ? അമ്മ കാരണമായിരിക്കുമല്ലോ മകൻ തെറ്റിയത്. മകനെ കൂട്ടുനിന്ന അമ്മ, അതുകൊണ്ട് അമ്മയെ കൂട്ടിക്കൊണ്ട് വന്നു. ഇതിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ പാട് നോക്കി പോകാൻ നോക്ക്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ശരത്ത് അങ്ങനെ ഒരു തെറ്റ് ചെയ്തെങ്കിൽ എന്തിനാണ് അമ്മയെ പിടിച്ചുകൊണ്ട് വന്നത് സാറേ? പാവമല്ലേ അമ്മ, അമ്മയെ വെറുതെ വിട്ടയക്കണം സാറേ. ആ അമ്മയ്ക്ക് ഒന്നാനും സുഖമില്ലാത്തതാണ്, അതുകൊണ്ട് അമ്മയെ വിട്ടയക്കണം സാറേ. നിങ്ങൾ ഇവിടെ കിടന്ന് വാചകം കടിക്കണ്ട. അവനെവിടെയെന്ന് ആദ്യം പറ. നിങ്ങളെല്ലാവരും കൂടി ചേർന്നായിരിക്കും അവനെ ഒളിപ്പിച്ചിട്ടുണ്ടാവുക. എനിക്കറിയാം നിങ്ങളെ ഒളിച്ച് കളിക്കുകയാണ്. സ്വന്തം അനിയനെ ഒളിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്നിട്ട് പരമാവധി ശ്രമിച്ചു. എന്നിട്ട് അമ്മയെ ഇപ്പം പിടിച്ചുകൊണ്ട് വന്നപ്പോൾ നിങ്ങൾ എന്നോട് ചോദ്യം ചെയ്യാൻ വേണ്ടി വരികയാണോ? വേണ്ട, അതൊന്നും ഇവിടെ ചിലവാകില്ല. നിങ്ങൾ ആദ്യം അവനെ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ അമ്മയെ വിടാം. സാർ എന്തിനാ അമ്മയുടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്? അമ്മ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. അമ്മ ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും അവനെ ഈ കള്ളത്തരങ്ങളെല്ലാം പഠിപ്പിച്ചത് നിങ്ങളുടെ അമ്മ തന്നെയായിരിക്കും. അതുകൊണ്ടായിരിക്കും അവന് ഇത്തരത്തിലുള്ള വഷളത്തര സ്വഭാവം ഉണ്ടായത്. തലകേറ്റി വെക്കുമല്ലോ ഒരെണ്ണത്തിനെ, എന്നിട്ട് വഷളാക്കി വിടും മനുഷ്യർക്ക് ശല്യപ്പെടുത്താനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസുകാരൻ ഭയങ്കര രീതിയിൽ ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചി ഇങ്ങനെ കാല് പിടിച്ച രീതിയിൽ പറയണം, ദൈവം ചെയ്ത് സാറേ എന്തിനാ സാർ, പ്ലീസ് സാർ ഞങ്ങളുടെ ഇതൊന്ന് കേൾക്കണം സാർ അമ്മയെ വെറുതെ വിടണം സാർ ഞങ്ങൾക്ക് അറിയില്ല സാർ, ശരത്ത് എവിടെയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഈ നമ്മുടെ രേവതിയും പറയാണ്, സാർ അമ്മയ്ക്ക് അറിയില്ല, അമ്മയോട് എത്ര ചോദിച്ചാലും ശരത്ത് എവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിയില്ല. പിന്നെ എന്തിനാണ് സാർ അമ്മയെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഞങ്ങൾക്കും അറിയില്ല സാർ, അവൻ എവിടെയുണ്ടെന്ന് അറിയില്ല. അതൊക്കെ നിങ്ങൾ പറയുന്നത് കള്ളത്തരമാണെന്ന് എനിക്ക് മനസ്സിലായി. അവൻ എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ആദ്യം അവനെ പിടിച്ചുകൊണ്ട് വാ, എന്നിട്ട് അമ്മയെ വിട്ടയക്കാം. അതുവരെ അമ്മയെ ഇവിടെ കിടക്കും. ഇനി കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ സച്ചി തന്നെയും പിടിച്ച് ഞാൻ ജയിലിലിടും. അതുകൊണ്ട് വേണ്ടെങ്കിൽ താൻ പോയി അവനെ പിടിച്ചോട്ട് വാ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. അല്ലാതെ ഇവിടെ കിടന്ന് വാചകം അടിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല എന്നൊക്കെ പോലീസുകാരൻ പറയാണ്. അപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്ന് സച്ചിക്ക് മനസ്സിലായി. സച്ചിയാണെങ്കിൽ നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ അമ്മ ഇതെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയോട് പറയണം, അമ്മ ധൈര്യമായിട്ടിരിക്കുക അമ്മേ, നമുക്ക് അവൻ എവിടെയാണെങ്കിലും കണ്ടെത്താം അമ്മ ഇങ്ങനെ സങ്കടപ്പെടല്ലേ അമ്മേ. അമ്മ എങ്ങനെയെങ്കിലും ഞാനിവിടെ നിന്ന് പുറത്തിറക്കാം. അപ്പോൾ നമ്മുടെ അമ്മയാണെങ്കിൽ അവനിങ്ങോട്ട് കൊണ്ടുപോവാ. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടട്ടെ, അവനിവിടെ കൊണ്ടുപോകും. മറ്റുള്ളവരെന്തിനാണ് ഇതിനു വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നത്? അതുകൊണ്ട് അവനിങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴേക്കില്ലമ്മേ, എനിക്ക് അങ്ങനെ അവനെ വിട്ടുകൊടുക്കാനായിട്ട് പറ്റില്ല. അവൻ സുരക്ഷിതമായിട്ട് തന്നെ ഇരിക്കും. അവൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ ഒരു വാശിപ്പുറത്ത് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു പോയെന്നേ ഉള്ളൂ. അല്ലാതെ അവൻ മനഃപൂർവ്വം ചെയ്ത കാര്യമല്ല ഇത്. അവനൊരു മോഷ്ടാവല്ല. അപ്പം അതുകൊണ്ട് നിയമത്തിന് മുന്നിൽ ഞാൻ അവനെ വിട്ടുകൊടുക്കില്ല. അവനെ രക്ഷിക്കണം, എനിക്ക് അമ്മയെ രക്ഷിക്കണം. ഇതാണ് എൻ്റെ മനസ്സിൽ. ഞാൻ നിങ്ങൾ രണ്ടുപേരെയും നിയമത്തിന് വിട്ടുകൊടുക്കില്ല എന്നൊക്കെ സച്ചി പറയാം.
അങ്ങനെ സച്ചി നേരെ പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും വേറൊരു പോലീസുകാരനെ കാണാണ്. അപ്പോൾ സാറേ എന്തിനാണ് സാറേ, ആ സാറോടൊന്ന് പറ, എൻ്റെ അമ്മയെ ഒന്ന് വിടാനായിട്ട് പറ. സച്ചി ഞാൻ എന്ത് പറയാനാണ്, അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കേൾക്കില്ല. പിന്നെ നിയമപരമായിട്ട് തന്നെ ചെയ്യണം, അതാണ് സാറിൻ്റെ ഒരു പോളിസി. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഏതായാലും ശരത്തിനെ കൊണ്ടുപോവാ, അല്ലാതെ നിങ്ങളുടെ അമ്മയെ വിട്ടിഴക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. അയാൾ ഭയങ്കര വാശിക്കാരനാണ്, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എന്നോടും പറഞ്ഞിട്ടും കാര്യമില്ല, ഞാനിതിൽ നിസ്സഹായാവസ്ഥനാണ് എന്നൊക്കെ പറയുകയാണ്. ഇങ്ങനെയും പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ CI അവിടെ നിന്ന് പോകാനായിട്ട് പോവുക. അദ്ദേഹം പോകുന്നു, നിങ്ങളെ പെട്ടെന്ന് ചെന്ന് പറഞ്ഞിട്ട് വാ. അങ്ങനെ സച്ചിയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടിച്ചിട്ടുണ്ട്. സാറേ ഒന്ന് നിന്ന് സാറേ, ഞാൻ പറയുന്നത് കേൾക്ക് സാർ, ഞാൻ സാറിൻ്റെ മുന്നിൽ കൈ കൂപ്പി പറയാണ് സാറേ, ദയവ് ചെയ്ത് അമ്മയെ പറഞ്ഞയക്കണം സാറേ, ശരത്ത് എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിക്കുക സാറേ, ഞങ്ങൾക്ക് ശരത്ത് എവിടെയുണ്ടെന്ന് അറിയില്ല, ശരത്തിനെ ഞങ്ങൾ കണ്ടുപിടിച്ച് കൊണ്ടുവന്നോളാം. അമ്മയ്ക്ക് സുഖമില്ലാത്തതാണ്, വീട്ടിലാണെങ്കിൽ അമ്മ ഒറ്റക്കാണ്, ഈ പെൺകുട്ടി മാത്രമേ ഉള്ളൂ, അവളും ആകെ തളർന്നൊരവസ്ഥയിലാണ്. ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാണ് സാറേ, ഈ സ്റ്റേഷനിൽ വെച്ച് തന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്കൊരു പേടിയുണ്ട് സാറേ, അതുകൊണ്ട് പ്ലീസ് സാറേ അമ്മയെ വിട്ടയക്കണമെന്നൊക്കെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും CIയുടെ മനസ്സൊന്നലിയാണ്. ശരി സച്ചി, തന്നെ ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ തനിക്ക് ഞാൻ ഒരു ദിവസത്തെ സമയം തരാം. അപ്പോഴേക്കും ശരത്തിനെ ഇവിടെ കൊണ്ടുവന്നേക്കണം. കൊണ്ടുവന്നില്ലെങ്കിൽ തന്നെയും പിടിച്ച് ഞാൻ അകത്തിടും, തൻ്റെ അമ്മയെ ഞാൻ വെറുതെ വിടില്ല. അതുകൊണ്ട് താൻ ഏതായാലും ചെല്ല്. ഇപ്പോൾ ഞാൻ ഏതായാലും അമ്മയെ പറഞ്ഞയച്ചേക്കാം, പക്ഷേ ശരത്തിനെ കൊണ്ടുവന്നില്ലെങ്കിൽ അമ്മ എങ്ങനെയാണ് ഇവിടെ നിന്ന് പോയത് അതേപോലെ തന്നെ അമ്മയെ ഞാൻ തിരിച്ചിങ്ങോട്ടും കൊണ്ടുവരും, മനസ്സിലായല്ലോ? ശരി സാറേ, ഞാൻ കണ്ടുപിടിക്കാം സാറേ എന്നും പറഞ്ഞുകൊണ്ട് സാറിന് വാക്ക് കൊടുക്കുകയാണ്. സച്ചിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥയിൽ നിൽക്കുക. അപ്പോൾ വീണ്ടും മറ്റേ പോലീസുകാരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സച്ചി അദ്ദേഹം പറഞ്ഞ കേട്ടല്ലോ, എങ്ങനെയെങ്കിലും ശരത്തിനെ കണ്ടുപിടിക്കാനായിട്ട് നോക്ക്, എന്നിട്ട് ശരത്തിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ, അല്ലാതെ വേറൊരു നിവൃത്തിയില്ല, നിങ്ങളൊരു വക്കീലിനെ പോയി കാണുക. സാറേ, ഈ വക്കീലിനൊക്കെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വക്കീലിനൊന്നും പരിചയമില്ല സാറേ, അതുകൊണ്ട് സാറൊരു വക്കീലിൻ്റെ പേര് പറയാവോ എന്ന് ചോദിക്കുകയാണ്. ശരി, ഞാനൊരു വക്കീലിൻ്റെ കാര്യം പറയാം, ആ വക്കീലിനെ പോയി നിങ്ങൾ കാണുക. അങ്ങനെ ആ വക്കീലിൻ്റെ പേര് പറയുകയാണ് ഇയാൾ. നിങ്ങൾക്ക് കണ്ടു പരിചയമൊന്നുമില്ല, പക്ഷേ കേട്ടറിവ് നന്നായിട്ടുണ്ടാവുമല്ലോ. ഏതായാലും ആ വക്കീലിനെ പോയി കാണും, നല്ല വിദഗ്ധനാണ്, നന്നായിട്ട് കേസ് വാദിക്കും. അദ്ദേഹം കേസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ തോറ്റു പിന്മാറുന്ന ഒരു ചരിത്രമില്ല, അതുകൊണ്ട് നിങ്ങൾ പോയി കണ്ടിട്ട് വാ എന്നൊക്കെ പറയാം. ശരി സാറേ, ഞങ്ങളിപ്പോൾ തന്നെ പോകുമെന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ്. അപ്പോൾ ശ്രുതിയും അതേപോലെ തന്നെ മീരയും കൂടി സംസാരിക്കണം. എന്തിനാണാവോ ആൻ്റണി നമ്മളോട് പെട്ടെന്ന് വരാൻ പറഞ്ഞത്, എന്താവശ്യത്തിനാണ്, ഇനി വല്ല കുരുക്കുവാണോ, ആയതെല്ലാം നമുക്ക് പോയി കാണാം എന്നൊക്കെ ചിന്തിച്ച് ഇവർ രണ്ടുപേരും കൂടി നേരെ ആൻ്റണിയെ കാണാനായിട്ട് ചെല്ലുക. അപ്പോൾ ആൻ്റണിയെ കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവരെയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആൻ്റണി. അപ്പോൾ ആൻ്റണി അടുത്തേക്ക് ഇവർ കയറി ചെല്ലുകയാണ്. എന്താ ആൻ്റണി വിളിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും അതെ ഒരു സംഭവം ഉണ്ടായിട്ടോ. സംഭവം? എന്ത് സംഭവം? അതെ, ഇത് വല്ലാത്തൊരു പ്രശ്നമായി തീർന്നിരിക്കുകയാണ്. വല്ലാത്ത പ്രശ്നമോ? ശരിക്കും പണിയാവും എന്നും പറഞ്ഞുകൊണ്ട് ആൻ്റണി അങ്ങോട്ട് പോവാണ്. അപ്പോൾ എന്താണ് ശ്രുതി, ഇതെന്താ സംഭവിച്ചത്, ഇയാളെന്ന് എന്തൊക്കെയാണ് പറയുന്നത്? വാ ചെന്ന് അയാളെ പിന്നാലെ പോകാം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി ആൻ്റണിയുടെ പിന്നാലെ പോവുകയാണ്. പെട്ടെന്ന് അവരവിടെ കാഴ്ച കണ്ടത് ഈ നവീൻ ദാസ് ഈ ഓക്സിജൻ മാസ്കും വെച്ച് ട്രിപ്പും കയറ്റിയിട്ട് കിടത്തിരിക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഞെട്ടിപ്പോവാ. ശ്രുതി ചോദിക്കണത് ഇതെന്താ നവീൻ ദാസിന് ഇതെന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോഴേക്കും അവനെ ഞങ്ങൾ പരമാവധി തല്ലി ചതച്ചു, അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ഈ കോലത്തിലായി, എന്ത് ചെയ്യാൻ, ശ്വാസം വിടാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ ഞങ്ങൾ എവിടെ നിൽക്കുകയോ ഇങ്ങനെ ട്രിപ്പും അതേപോലെ തന്നെ ഓക്സിജൻ മാസ്ക് ഒക്കെ ഒപ്പിച്ച് ഇവന് ഈ ഒരു ലെവലിൽ കിടത്തിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ ഇവൻ തട്ടിപ്പോകുമെന്ന് കാര്യം ഉറപ്പാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ പേടിച്ചു പോയി. ദൈവമേ ഇതെന്താണ്? അപ്പോൾ മീര ചോദിക്കുകയാണ്, അയ്യോ ഇയാൾ മരിച്ചോ? നിങ്ങൾ എന്ത് മന്നഭൂതിയാ, മരിച്ചോന്നോ? മരിക്കുന്ന ഒരാൾക്കാണോ ട്രിപ്പ് ഇട്ട് കിടത്തിരിക്കുന്നത്? ഇത്രയും ബോധമില്ലാത്ത സാധനം എന്ന് പറഞ്ഞുകൊണ്ട് മീരയെ വഴക്ക് പറയാണ്. അപ്പോൾ ആൻ്റണി എന്തിനാ ഇങ്ങനെ ചെയ്തത്? ഇവനെ തല്ലി ഈ ഒരു പരിവക്കമില്ലാകാൻ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്തത്? നിങ്ങളല്ലേ പറഞ്ഞത് നവീൻ ദാസിൻ്റെ ശല്യം ഇനി ഉണ്ടാകാനായിട്ട് പാടില്ല, അവനെ പരമാവധി ശിക്ഷിച്ചോളണം, അതുകൊണ്ട് ഇവരെന്ത് ചെയ്താലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? അതുകൊണ്ട് നിങ്ങൾക്കൊരു ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടി നവീൻ ദാസിനെ ഞാൻ തല്ലിച്ചതച്ചു. ഇപ്പോൾ ഞങ്ങൾ മേലായ കുറ്റം. ആൻ്റണി ഇപ്പം എന്താ ചെയ്യേണ്ട ആൻ്റണി? എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. എന്നാൽ ഹോസ്പിറ്റലിൽ എത്തിച്ചാലോ? ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് വലിയ പാടാ. അവിടെ പോലീസുകാരെത്തും, ഡോക്ടർമാർ പോലീസുകാരെ അല്ലെങ്കിൽ വിളിക്കും. പിന്നെ ഇവനാണെങ്കിൽ പോലീസുകാരോട് സത്യങ്ങളെല്ലാം തുറന്നു പറയുകയും ചെയ്തു.
പിന്നെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രുതി നീ പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്നേ ഞാൻ അവരോട് പറയുള്ളൂ. പിന്നെ നിനക്ക് പോലീസ് സ്റ്റേഷനായി ജയിലായി എനിക്കൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. ഇത് കേട്ട ശ്രുതി പേടിച്ചു പോവുക. ആന്റണി എന്തൊക്കെയാ ആന്റണി പറയുന്നത്? പക്ഷേ ഒരു വഴിയുണ്ട് ശ്രുതി. എന്ത് വഴി? അതെ, എനിക്കറിയുമെന്നൊരു വൈദ്യമഠമുണ്ട്. പക്ഷെ അവിടെ ആകുമ്പോൾ പോലീസുകാരും വരില്ല, ആരും വരില്ല. നമുക്ക് അവനെ അങ്ങോട്ട് കൊണ്ടുപോയാലോ എന്ന് ചോദിക്കുകയാണ്. എങ്കിൽ പിന്നെ ആന്റണി എത്രയും പെട്ടെന്ന് ഇവനെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോകാം. അങ്ങനെ വെറുതെ കൊണ്ടുപോയാൽ പറ്റില്ല, നല്ല പൈസ ചിലവാണ്. ഒരു 2 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. 2 ലക്ഷോ? 2 ലക്ഷം രൂപ വേണ്ടി വരും അവൻ അവിടെ കൊണ്ട് ചികിത്സിക്കാനായിട്ട്. അപ്പോൾ അത് നമുക്ക് കിട്ടിയാലേ മതിയാവുള്ളൂ. അപ്പോഴേക്ക് മീര പറയാ, ആന്റണി നീ പലിശക്ക് പണം കൊടുക്കുന്ന ആളല്ലേ, അപ്പം നിന്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ, നീ 2 ലക്ഷം മുടക്കുന്നേ അത് നിനക്ക് നിസ്സാര സംഭവമല്ലേ? അയ്യടാ, ഞാനെന്തിനാണ് ഇവന് വേണ്ടി പൈസ മുടക്കുന്നത്? ഇവൻ എൻ്റെ ആരെങ്കിലും ആണോ? നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇവന് തല്ലി ചതച്ചത്. അപ്പോൾ നിങ്ങളാ പൈസ തരേണ്ടത്. ശ്രുതി എത്രയും പെട്ടെന്ന് 2 ലക്ഷം രൂപ കണ്ടെത്തിക്കോ. ഇതോടെ ആന്റണി അത് പിന്നെ ഞാനെവിടെ നിന്ന് ആന്റണി 2 ലക്ഷം രൂപയൊക്കെ കണ്ടത്? ഇപ്പം നിനക്ക് വലിയ ഷോറൂമൊക്കെ ഉണ്ടല്ലോ, നല്ല വരുമാനമല്ലേ, അപ്പം നിനക്ക് 2 ലക്ഷം രൂപ കണ്ടെത്താനായിട്ട് വലിയ പ്രയാസമൊന്നും കാണില്ല. അതുകൊണ്ട് നീ 2 ലക്ഷം രൂപ കണ്ടെത്താൻ നോക്ക് ശ്രുതി എന്ന് പറയാണ്. ഇവനല്ലാതെ ചികിത്സിക്കാൻ പറ്റില്ലേ, എത്രയും പെട്ടെന്ന് കണ്ടെത്തിക്കോ, അല്ലെങ്കിൽ ഇവൻ തട്ടിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല, പിന്നെ എല്ലാം നിന്റെ തലയിലാകും ശ്രുതി. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് 2 ലക്ഷം രൂപയും കൊണ്ട് വാ, ചേച്ചിലെ പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങനെ പേടിച്ച് ഓടിപ്പോവുക. അപ്പോഴേക്കും നവീൻദാസിന് ഒരു കുഴപ്പമില്ല. ശ്രുതിയെ കൊണ്ട് 2 ലക്ഷം രൂപ തരിപ്പിക്കാൻ വേണ്ടി ചെയ്ത നാടകം കളിയാണ് ഇവർ മുഴുവനും ചെയ്ത് കൂട്ടിയത്. അപ്പോൾ നവീൻദാസ് പറയാണ്, ഏതായാലും നമ്മുടെ കളികളെല്ലാം ഓക്കെ ആയല്ലേ, പൈസ ഇനി അവളുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ടിരിക്കണം. അതെ, ശ്രുതി കെട്ടിയ ആ ഒരു ഇത് അതെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് പോകാൻ പോവുക. അവരുടെ ബിസിനസ്സൊക്കെ തകർന്ന് തരിപ്പണമാകും. ഇവളെ കൊണ്ട് ഞാൻ ഒരുപാട് പൈസ ഇങ്ങോട്ട് ഇറക്കിക്കുമെന്നൊക്കെ ഇവർ വാശി പിടിച്ചിങ്ങനെ പറയാം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയും രേവതിയും കൂടി നേരെ വക്കീലിനെ കാണാനായിട്ട് ചെല്ലുകയാണ്. വക്കീലിനോട് കാര്യങ്ങളെല്ലാം പറയാണ്. ഓഹോ, അങ്ങനെയാണ് സംഭവം അല്ലേ? അപ്പോൾ നിങ്ങളുടെ അനിയൻ ശരിക്കും പറഞ്ഞൊരു മോഷ്ടാവല്ലെന്നർത്ഥം? ഇല്ല, അവനങ്ങനെ ഒരു കയ്യബദ്ധം പറ്റിപ്പോയതാ. അവനൊരു മോഷ്ടാവെന്നല്ല, അവൻ കോളേജിൽ പഠിക്കുന്ന പയ്യനാണ്. അവനെ ഇനി കേസിൽ കുടുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഭാവി നശിഞ്ഞു പോകും. കുടുംബത്തിൻ്റെ ആകെ ഒരു പ്രതീക്ഷ ഇവൻ തന്നെയാണ്, അമ്മയ്ക്ക് വേറെ ആരുമില്ല എന്നൊക്കെ പറയാം. ഇടിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ടെൻഷനാവാതിരിക്കുക, നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന്. അല്ല, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ശരത്തിനെ കണ്ടിട്ടില്ലേ? ശരത്ത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അത് പിന്നെ സാറേ പോലീസുകാരോട് പറയണ്ട, പക്ഷേ വക്കീലിനോട് സത്യം പറഞ്ഞേ മതിയാവുള്ളൂ. വക്കീലിനോട് കള്ളത്തരം പറയാൻ പാടില്ല. എന്താ ശരത്ത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇടിഞ്ഞപ്പോഴേക്കും അറിയാം സാറേ, അവനെ സുരക്ഷിതമായിട്ടൊരു വീട്ടിൽ ഞങ്ങൾ ഒളിപ്പിച്ച് പാർപ്പിച്ചിരിക്കുകയാണ്. എങ്കിൽ അവനെ ഒരു കാരണവശാലും പോലീസ് പിടിക്കാൻ പാടില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കേസ് മുന്നോട്ട് തന്നെ പോട്ടെ, നമുക്ക് കോടതിയിൽ വരെ എത്തിക്കാന്നേ. അങ്ങനെ കോടതിയിൽ ഹാജരാക്കാൻ മതി ഈ ശരത്തിനെ. അതുവരെ പോലീസിൻ്റെ കയ്യിൽ പിടികൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഈ വക്കീൽ പറഞ്ഞ് മനസ്സിലാക്കിയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. പിന്നെ നിങ്ങളുടെ ശരത്തിന് നേരെ ഒരു പരാതിയില്ല, അവർക്കെതിരായിട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ അമ്മ വന്ന് മൊഴി പറയണമെന്നും പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ സാറേ, അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അമ്മ മൊഴി കൊടുക്കില്ല. ഇവളുടെയും ഇവളുടെ കുടുംബത്തോടൊക്കെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വൈരാഗ്യമാണ്, അതുകൊണ്ട് അമ്മ ഒരു കാരണവശാലും മൊഴി കൊടുക്കില്ല. അയ്യോ, അങ്ങനെ മൊഴി കൊടുക്കാതിരുന്നാൽ ശരിയാവില്ലല്ലോ. എങ്കിൽ അച്ഛൻ വന്ന് സാക്ഷി പറയോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ അച്ഛനോടൊന്ന് സംസാരിച്ച് നോക്കാം. അച്ഛനാണെങ്കിൽ ഇവരോടൊന്നും ഒരു വൈരാഗ്യമില്ല, രേവതിയാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ്. എങ്കിൽ പിന്നെ അച്ഛനോട് സംസാരിക്കുക. ആരെങ്കിലും വന്ന് കോടതിയുടെ മുൻപാകെ പറഞ്ഞാലേ ശരിയാവുള്ളൂ, എന്നാലേ ശരത്തിന് പിടിപാടുണ്ടാവുള്ളൂ എന്നൊക്കെ പറയാം. ശരി സാറേ, എങ്കിൽ പിന്നെ ഞങ്ങൾ ആ ഒരു വഴി നോക്കാം എന്നും പറയാം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.